ഒരു കാലത്ത് നമ്മുടെ ഫോണുകളിലെ സൂപ്പർ സ്റ്റാർ MB കണക്കിന് ഡാറ്റ ലാഭിച്ച് ഒറ്റ ക്ലിക്കിൽ സിനിമകളും ആപ്പുകളും ഷെയർ ചെയ്യാൻ സഹായിച്ച ആ ചങ്ങാതിയെ ഓർമ്മയുണ്ടോ? അതെ, എക്സെൻഡർ. 2011 ചൈനയിൽ നിന്നാണ് എക്സെൻഡറിന്റെ തുടക്കം. ഇന്റർനെറ്റിന് തീവിലയുണ്ടായിരുന്ന ആ കാലത്ത് ₹1 പോലും ചിലവില്ലാതെ ബ്ലൂടൂത്തിനേക്കാൾ 200 മടങ്ങ് വേഗത്തിൽ ഫയലുകൾ അയക്കാമെന്നത് ഇന്ത്യക്കാർക്ക് ഒരു വിപ്ലവമായിരുന്നു. കോളേജ് കുട്ടികൾക്കിടയിലും കൂട്ടുകാർക്കിടയിലും എക്സെൻഡർ ഒരു തരംഗമായി മാറി. പക്ഷേ കഥ പെട്ടെന്ന് മാറി. 2020 ജൂൺ ഇന്ത്യ ചൈന സംഘർഷം ആളിക്കത്തിയ സമയം. നമ്മുടെ ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും രാജ്യത്തിന്റെ പ്രധാന ചർച്ചയായി. തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി രാജ്യസുരക്ഷയെ മുൻനിർത്തി 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ആ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നായിരുന്നു എക്സെൻഡർ. നിരോധനത്തോടെ എക്സെൻഡർ ഇന്ത്യയിലെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമായി. ആ സ്ഥാനത്തേക്ക് ഫയൽസ് ബൈ ഗൂഗിൾ പോലുള്ള കൂടുതൽ സുരക്ഷിതമായ ആപ്പുകൾ വന്നു. ഡാറ്റാ സുരക്ഷ എത്ര പ്രധാനമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് എക്സെൻഡറിന്റെ കഥ. നിങ്ങൾ എക്സെൻഡർ ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമന്റ് ചെയ്യൂ.